ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാരം 2024-25 $11,384 കോടി എത്തിയിരിക്കുകയാണ്. ഇന്ത്യ $4,118 കോടി വ്യാപാര മിച്ചമാണ് US-ഉമായുള്ളത്. ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ 18% US-ലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിപണിയായി മാറിയിരിക്കുകയാണ് US. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തത്തുല്യ ഇറക്കുമതി ചുങ്കം ഇന്ത്യക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 26% വരെയാണ് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 90 ദിവസത്തേക്ക് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചു. ജൂലൈ 9-ന് ഇതിന്റെ കാലാവധി അവസാനിക്കുകയാണ്. തത്തുല്യ ഇറക്കുമതി ചുങ്കത്തെ നേരിടാൻ ഇന്ത്യ US-ഉമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. കരാറിന്റെ ആദ്യഘട്ടം അടുത്ത 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ അന്തിമമാകുമെന്നാണ് CNBC TV 18 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കരാറിന്റെ ഭാഗമായി ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം ഭാഗിക ഇളവ് നൽകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിന് 10% തീരുവ ഏർപ്പെടുത്താൻ US തീരുമാനിച്ചേക്കും. എന്നാൽ ഇത് ട്രംപ് പ്രഖ്യാപിച്ച് 26% താരിഫിൽ നിന്നും കുറവായതിനാൽ ഇന്ത്യക്ക് ആശ്വാസമാകാൻ ഇടയുണ്ടെന്നാണ് കരുതുന്നത്. ട്രംപ് ഭരണകൂടം ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആഗോള വ്യാപാര സമവാക്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. ചൈനീസ് കമ്പനികളിൽ നിന്ന് അകന്ന് മറ്റു രാജ്യങ്ങളുമായി വ്യാപാര വൈവിധ്യവൽക്കരിക്കാൻ ട്രംപ് ഭരണകൂടം വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ചില ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ഓട്ടോ ഘടനകൾ തുടങ്ങിയ തിരഞ്ഞെടുത്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവരഹിത പ്രവേശനം ലഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളിലുണ്ട്.